ഒക്ടോബർ 22 ഇന്ന് ഇന്റർനാഷണൽ സ്റ്റട്ടറിംഗ് അവയർനെസ് ഡേ ആണ്. വിക്ക എന്നൊരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ചിലരെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൂട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ പല സന്ദർഭങ്ങളിലും സംസാരത്തിന്റെ ഈ ഒഴുക്കിന് വരുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഉൾവലിഞ്ഞു പോകേണ്ടി വരികയോ അല്ലെങ്കിൽ ഒറ്റപ്പെടേണ്ടി വരികയോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ അവർക്കുണ്ടായേക്കാം. സ്റ്റട്ടറിംഗ് അഥവാ വിക്ക എന്നുള്ള ഒരു കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് സ്പീച്ച് തെറപ്പി തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ അതായത് ഈ ഒരു പ്രശ്നം കൊണ്ട് മെന്റലി ഡൗൺ ആയിട്ടുള്ള ആളുകളിലൊക്കെ നമുക്ക് ഒരു സൈക്കോ തെറപ്പിയുടെ ആവശ്യം കൂടെ ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട്. സ്റ്റട്ടറിംഗ് അഥവാ വിക്ക എന്നുള്ള ഒരു കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്പീച്ച് തെറപ്പി തന്നെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതായത് ഈ ഒരു കണ്ടീഷൻ കൊണ്ട് മെന്റലി ഡൗൺ ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് സൈക്കോ തെറപ്പിയും കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട്. ആദ്യം ഈ ഒരു കണ്ടീഷനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പല സന്ദർഭങ്ങളിൽ ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കും തോറും ഈ പ്രശ്നം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ആക്സെപ്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കണ്ട് സ്പീച്ച് തെറപ്പി ചെയ്യേണ്ടതുമാണ്. സംസാരത്തിന്റെ സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ കൂടുതൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതിന് വേണ്ട പ്രത്യേകം സ്പീച്ച് തെറപ്പി ടെക്നിക്സിലൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിക്ക് അഥവാ സ്റ്റട്ടറിംഗ് എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ളവര് ഉടൻ തന്നെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണുകയും ആവശ്യമെങ്കിൽ സ്പീച്ച് തെറപ്പി ചെയ്യേണ്ടതുമാണ്.